ശ്രീ ബി മുരളീധരൻ 3 മിനിറ്റ്. സർ, ഈ ഉപക്ഷേപത്തെ ഞാൻ എതിർക്കുകയാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ സർക്കാരിന് വേണ്ടി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം, ആ പ്രസംഗം യാഥാർത്ഥ്യബോധവുമായിട്ട് പുലബന്ധമില്ലാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗവർണർ തന്നെ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്. പക്ഷെ അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു ധാരണയില്ല. നമ്മുടെ രാജ്യം ഒരു സഹകരണ ഫെഡറലിസം നടപ്പിലാക്കിയിട്ടുള്ള രാജ്യമാണ്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വേണം രാജ്യത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവമോ അല്ലെങ്കിൽ അവയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളോ നടക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ. ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ മഴക്കാലത്താണ് നിൽക്കുന്നത്. ഈ സമയത്ത് പോലും എനിക്കറിയാം നേരിട്ട്, കഴക്കൂട്ട മണ്ഡലം, എൻ്റെ മണ്ഡലം നേരിടുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. സാർ, എന്താ കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാരണം? ഈ നാട്ടിലെ എല്ലാ സ്ഥലത്തും ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കാനുള്ള ബൃഹത് പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. പക്ഷേ കേരളത്തിൽ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ദേശീയ തലത്തിൽ 81% ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ളം വീടുകളിൽ എത്തിച്ചപ്പോൾ കേരളത്തിൽ ആ സ്ഥിതി 50% അടുത്ത് നിൽക്കുകയാണ്. 7458 ജലവിതരണ പദ്ധതികൾ സർക്കാർ അതിനു വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയതിൽ 60 മുതൽ 390 ദിവസം വരെ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുത്തു എന്നാണ് പറയുന്നത്. അനുവദിക്കപ്പെട്ടിട്ടുള്ള 5318 പദ്ധതികളിൽ 17% ആരംഭിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ജലനയം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്ത് മാർഗം സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു പരാമർശവുമില്ല. സർ, നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. നമ്മുടെ കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ആ PM ശ്രീ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഈ സർക്കാരിൻ്റെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നും പറയുന്നില്ല. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായിട്ട് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കൾ തൊട്ടടുത്തുള്ള പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നോക്കണം. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അത്യാധുനികമായിട്ടുള്ള ഭൗതിക ശാസ്ത്ര ലാബുകൾ, ഇതെല്ലാം കാണണമെങ്കിൽ നമ്മുടെ PM ശ്രീ ഉസ്മാൻ മാഹിയിലുള്ള സ്കൂളാണ്, അവിടെ ഒന്ന് ചെന്ന് നോക്കണം. അപ്പം അതുകൊണ്ട് അസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്ന നടപടി ഉണ്ടാകരുത്. സർ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തീർത്ഥാടന ടൂറിസത്തെക്കുറിച്ച് പരാമർശിച്ചു. ദേവസ്വം വകുപ്പിന് കീഴിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് ആവിഷ്കരിച്ചിട്ടുള്ള തീർത്ഥാടന ടൂറിസം നമ്മൾ നടപ്പിലാക്കുന്നത് നല്ലതാണ്. പക്ഷേ കേരളത്തിലെ ഈ രാജ്യത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ വ്രണപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ, നയങ്ങൾ, സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായി. അതിലേറ്റവും വലുതാണ്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി കണ്ടൊരു കാര്യമാണ് ശബരിമലയിലെ ശ്രീകോവിലിൽ നടന്ന കൊള്ള. ആ കൊള്ളയുടെ പിന്നിലുള്ള ഗൂഢാലോചന, ആ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ് എന്നുള്ളത് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ, സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് CBI അന്വേഷണം നടക്കണം. കാരണം ഈ വിഷയത്തിൽ ഇതിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ട്, മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ SIT അന്വേഷണത്തിലൂടെ ഇത് സാധ്യമല്ല. എന്താ നിലപാട് ഈ കാര്യത്തിൽ എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. ഈ നയപ്രഖ്യാപനത്തിൽ ഒരക്ഷരം അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, കാതലായിട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കാതെ അതിന് പകരം ബഹുമാനനായിട്ടുള്ള ഒരു അംഗം ഇവിടെ പറഞ്ഞു, ഭാരതാംബയുടെ പൂജിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നു എന്ന്. കമ്മ്യൂണിസ്റ്റുകാരത് എന്നും എതിർത്തുള്ളതാണ് സാർ.
1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ് ഇവര്. സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ചവരാണിവർ. അതുകൊണ്ട് ഭാരതാംബയും ഭാരത് മാതാവും RSSകാരുടെ സൃഷ്ടിയല്ല. ഭാരതാംബയും ഭാരത് മാതാവും അപരീന്ദ്രനാഥ ടാഗോറിന്റെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തെ, ആ വന്ദേ മാതരം RSS കൊണ്ടുവന്നതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നതാണ്. അതിനെ എതിർക്കുന്നവർ ആ നിലപാട് ഇപ്പോഴ് രാജ്യത്തിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും ആ നിലപാട് മാറുന്നില്ലെങ്കിൽ നാളെ ഇവരെ തൂത്തുകൂട്ടി വലിച്ചെറിയും ഈ രാജ്യത്തെ മുന്നറിയിപ്പ് കൂടി നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം.